നമുക്കിന്നൊരു മത്തങ്ങ എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 ഗ്ലാസ് വൻപയർ എടുത്തിട്ട് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു മത്തൻ്റെ ഒരു കാൽഭാഗം മത്തങ്ങ, അത് ക്യൂബായി കട്ട് ചെയ്തത്, കപ്പ കട്ട് ചെയ്തെടുത്തത്, പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏത്തക്കായാണ് ഇവിടെ ഞാൻ ചേർക്കുന്നത്. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അതുകൊണ്ട് ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞൊരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പയർ, കട്ട് ചെയ്ത് വെച്ചിരുന്ന ബാക്കി കപ്പയും മത്തനും കായും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനൊരു 1/2 ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് ഒരു 3 വിസിൽ വരും വരെ കുക്ക് ചെയ്തെടുക്കുക. നന്നായി കുക്കായതിന് ശേഷം ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായി വേവിച്ചതിന് ശേഷം ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, കടുക്, കുറച്ച് ഉള്ളി, വറ്റൽമുളക്, പിന്നെ കരിവേപ്പില, ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഓൾക്കി വെച്ചിരിക്കുന്നതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് അരച്ചിട്ട് വരാം. അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞ് പച്ചമുളക്, 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി പേസ്റ്റായി അരയ്ക്കുക. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്ന കറിയിലേക്ക് ഈ അരപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ മിക്സിയിലോട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമ്മൾ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക്, എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയും മേളിൽ തൂകിയെടുത്താൽ എരിശ്ശേരി ഇവിടെ റെഡി.